പഠിക്കാനൊക്കെ ഞങ്ങളുടെ റബേക്ക മോൾ ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോൾ ഒപ്പം ഞങ്ങളും ബുദ്ധിമുട്ടിയപ്പോൾ ഒരു വലിയൊരു ഹെൽപ്പായി മാറിയ ഒരു സ്ഥാപനമാണ് നമ്മളുടെ നിർവാണ ലൈഫ് പാത്ത്. എല്ലാവർക്കും അറിയാലോ, നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ മൂത്തയാള് സാറ, അപ്പൊ അവൾക്ക് ഇപ്പം പഠന സംബന്ധമായിട്ടൊക്കെ കുറച്ച് ഭയങ്കര സ്ട്രെസ് ഉണ്ട് അവൾക്ക്. അപ്പൊ എല്ലാ ദിവസവും പറയും ഞാൻ ഇന്ന് പോണലമ്മേ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വീണ്ടും എന്നെ റിനുവാൻ പറഞ്ഞു, നമ്മൾക്ക് ഇവിടെ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്, അതിന് കൊണ്ടുപോകാം, അവളുടെ ആ ഒരു പ്രശ്നമൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാണ്. ഇത് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അത്രയും പേർക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്, നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് പുതിയതായിട്ടുള്ള വേറെ കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാൻ പോവാണ്. ഞാൻ ആദ്യം നമ്മുടെ റീനു ഒരു പുതിയ ഓഫീസൊക്കെ എടുത്തല്ലേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ മോളിൽ ട്രെയിനിങ് നടക്കുമല്ലേ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആ ഒരു DMIT അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് ഒന്നുകൂടെ പറയാം. തീർച്ചയായിട്ടും പറയാം. കുട്ടിക്ക് ഇപ്പോ കോൺഫിഡൻസ് കുറവുണ്ട്, സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ചില തെറ്റായ പഠന രീതി കൊണ്ടായിരിക്കാം ഈ സ്ട്രെസ് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സബ്ജക്ട്സ് ബുദ്ധിമുട്ടുണ്ടാവാം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസുകൾ ആരുടെയിൽ നിന്നൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവാം, എന്തോ ആവാം. എന്താണെന്ന് ആള് പറയുന്നില്ല, അത് അവള് പറയുന്നത് ഇന്ന് ക്ലാസ് എനിക്ക് ഇന്ന് പോണ്ടമ്മ. അതുപോലെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അവള് ഇൻവോൾവ് ആവുമായിരുന്നു. ഇപ്പൊ ഒന്നിലും ആവുന്നില്ല. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അവന്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടോ, ഷൈനസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല, ഇത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്ന് ഒരു 1.5 hours എടുത്ത് ഇവിടുന്ന് കരിയർ കൗൺസിൽ മാം നമുക്ക് കൗൺസിൽ ചെയ്തും കൂടെ തരികയാണ് ചെയ്യണേ. അങ്ങനെയാണ് അതിലകത്തൊരു വ്യത്യാസം വരിക. ആൻഡ് വി വിൽ ഫോളോ അപ്പ് യു. ഒരു 3-4 തവണയെങ്കിലും നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ പറയുന്ന ആ രീതിയിൽ അത് പോകുന്നുണ്ടോ എങ്ങനെയാന്നൊക്കെ നോക്കി നമ്മളൊരു ഫ്യൂച്ചർ പേസിംഗിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇവിടെ ബ്രെയിൻ മാപ്പിംഗ് മാത്രമല്ല ചെയ്യുന്നത്, കുട്ടിയുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിനെ തീർച്ചയായിട്ടും അതൊരു പൊട്ടൻഷ്യൽ ഇൻബോൺ ആയിട്ടുള്ള സ്വോട്ട് അനാലിസിസ് നമുക്ക് പറയാം. സ്ട്രെങ്ത്, വീക്ക്നെസ്, ത്രെറ്റ്, എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് പാരന്റ്സിനും കുട്ടിക്കും കൂടെ കൊടുക്കുക. അപ്പൊ ഇതിനൊരു റൂട്ട് മാപ്പ് പോലെ നമുക്കൊരു റെഫറൻസ് ആയിട്ട് നമുക്കൊരു കീ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, അത് റബേക്കയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്കത് അറിയാം. അത് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കരിയറിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ അമൃത മാം ഇവിടെ എങ്ങനെയാണ് മാം അത് ചെയ്യുന്നത്? നമ്മള് കരിയർ എപ്പോഴും ഞാൻ പാരന്റ്സിനോട് പറയാ, ചെറുപ്പത്തിലായിരിക്കുമ്പോഴേ അവരുടെ ഉള്ളിൽ അവരുടെ പൊട്ടൻഷ്യൽസും എബിലിറ്റീസും അറിഞ്ഞിട്ട് അവരെ ഗൈഡ് ചെയ്ത് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ 10th 12th എത്തുമ്പോൾ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഏത് സ്ട്രീം എടുക്കണം, ഏത് കോളേജിൽ എന്ത് കോഴ്സിന് പോകണം, ഇല്ലെങ്കിൽ പാരന്റ്സ് ഡിസിഷൻ എടുക്കുക, അതൊന്നും വേണ്ടി വരില്ല. കാരണം കുട്ടികൾ തന്നെ അവരുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്ത് ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സാണ് പോകേണ്ടത് എന്നുള്ളത് അവർ തന്നെ പറയും. അത് ശരിക്കും അവരങ്ങനെ ഡിസിഷൻ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. വേറൊരാളെ മിറർ ചെയ്ത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇതിന് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോവാം, അങ്ങനെയൊന്നും പറയാതെ എനിക്കിതിനുള്ള കഴിവുള്ളത് കൊണ്ട് ഞാൻ ഇതിന് പോകുന്നതായിരിക്കും അമ്മ നല്ലത് എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സെറമോൾ അങ്ങനെ പറയുന്നത് നമ്മുടെ ബേർഡൻ എത്രത്തോളം കുറയും. ഇപ്പൊ നമ്മളിവിടെ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിലും അതാണ് ചെയ്യുന്നത്. അപ്പൊ US പേറ്റന്റ്ഷിപ്പിലാണ് നമ്മൾ ഇതിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അറിയാലോ, ചെറിയ ആളുടെ നമ്മൾ എടുത്തതല്ലേ, അപ്പൊ അവരുടെ എബിലിറ്റീസ് അറിഞ്ഞു കഴിഞ്ഞ് അവരെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഇതെന്റെ മോൾക്ക് പറ്റുന്നതാണ്, അവർക്ക് എബിലിറ്റി ഉള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് വന്നാൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ കരിയറിലും ആ ഒരു ബിൽഡിങ്ങിന് ഫോം ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഒരു കേസ് വന്ന സമയത്ത് 2 മക്കൾക്ക് ഒരു ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് എടുത്തു. അപ്പോ ആ ടെസ്റ്റ് എടുത്തപ്പോ ഒരാള് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതുള്ള കുട്ടിയാണ്. അപ്പൊ അവര് സാധനങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കണു, കരയുന്നു, റോട്ടി കിടന്ന് ഉരുളുന്ന പറയണ സാധനം കിട്ടാനൊക്കെ ആയിട്ട്. ഇവർക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് കുട്ടിയുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കരമായിട്ട് മധുരം കഴിക്കും, ഭയങ്കര എനർജിയാണ്. ഇങ്ങനെയുള്ള പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി പിള്ളേർക്ക് എനർജി ഉണ്ട്. അതിന്റെ കൂടെ ഈ ഫുഡ് ഹാബിറ്റ്സും കൂടി പ്രോപ്പർ ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവര് ഹൈ എനർജറ്റിക് ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ ശരിക്കും നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് ഫുഡിന്റെ റുട്ടീൻ മാറ്റി ഹാബിറ്റ് മാറ്റി എടുത്ത് അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ഞാൻ ഫൈസ മാമിനെയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ആളുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഫൈസ മാമിനെ പരിചയപ്പെട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണല്ലേ മാം? അപ്പൊ മാം എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു സെഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? മാമിന്റെ ഒന്ന് പറയുമോ? ആക്ച്വലി നമ്മൾ DMIT ചെയ്ത് കഴിയുമ്പോൾ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നലെ വന്നൊരു സെഷൻ ആണെങ്കിൽ നമ്മൾ DMITയിൽ കുട്ടിക്ക് ഹൈ ഇമോഷനാണ്. നമ്മൾ കൂടുതൽ പാരന്റ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടി ആക്ച്വലി ഒരു ADHD കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കാം, ഡയറ്റ് പ്ലാൻ കൊടുക്കാം. ആ കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്വീറ്റ് കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഓൾറെഡി എനർജി ഹൈ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പുളി,
മധുരം ഒക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അവർക്ക് ഓവർഫ്ലോ ആവും എനർജി. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പാരന്റൽ ഇഷ്യൂസ്, മോനും പേരൻസും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സെഷൻ എടുത്ത് മാറ്റാം. പിന്നെ എൽ ഡി എന്ന് പറയുമ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് DMIT-യിലൂടെ അത് കണ്ടുപിടിക്കാം. അപ്പൊ എല്ലാം ഒരു LD ആയിരിക്കണം എന്നില്ല. ചിലതൊക്കെ ഈ ഫിയർ കയറിയിട്ടുള്ള പേടിയായിരിക്കാം. കാരണം ഈ എക്സാമിന്റെ സമയമാകുമ്പോൾ പാരന്റ്സ് ഓവറായിട്ട് പ്രഷർ കൊടുത്ത് പിള്ളേർക്ക് ആ ഒരു റിസൾട്ട് കിട്ടാതെ ആവുമ്പോഴും അവർക്ക് ആ ഒരു ഫിയർ കയറിയിട്ടുണ്ടാവാം. അപ്പൊ പിന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അങ്ങനെ ഫിയർ ഒക്കെ എലിമിനേറ്റ് ചെയ്യാം സെഷൻസിലൂടെ, കൗൺസിലിംഗ് ചെയ്ത് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പേരൻസ് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഭയങ്കര വലിയ വലിയ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വലുതല്ലെങ്കിൽ പോലും ഇപ്പൊ സാധാരണക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും നമ്മുടെ പിള്ളേർ ഇങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് പറ്റുന്ന കരിയറിലേക്ക് പോവുക, സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ അത് പേരൻസിന് തന്നെ അത് ഭയങ്കര ഒരു സമാധാനമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ നിർവ്വാണയിലെ പെൺപുലികൾ അല്ലെ ഇവിടെ ഒരു വിപ്ലവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് സാറയ്ക്ക് ആ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നത്. അപ്പം നമുക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. ഇത് വിഷ്ണു ലോണ ജേക്കബ് സാറാണ്, നമ്മുടെ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് സാറാണ്. സാർ ഇപ്പൊ ക്ലാസ് എടുക്കുകയാണ്. 14 years ആയിട്ട് ട്രെയിനിങ് ഫീൽഡിലുള്ള വ്യക്തിയാണ്. മെയിൻലി കോർപ്പറേറ്റ്സിന്, സ്റ്റുഡൻസിന്, ഒപ്പം പാരന്റ്സിന് മെയിൻ ഏരിയ ഫോക്കസ് ചെയ്യാൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ലൈഫ് കോച്ചിങ്, പിന്നെ കരിയർ ഗൈഡൻസ്, പിന്നെ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ്, ഈ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 14 years ആയിട്ട് ഞങ്ങളുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് അസോസിയേറ്റഡ് ആണ്, റിനുവുമായിട്ട്, നിർവ്വാണയായിട്ട്. സോ ഇറ്റ് ഹാസ് ബീൻ എ ഹാപ്പി ജേർണി ആക്ച്വലി. ഇപ്പൊ നമ്മുടെ സാറയ്ക്കൊക്കെ എന്തിനെ കുറിച്ചാണ് സാർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്? കുട്ടികളുടെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ ഒരു മെയിൻ ഇഷ്യൂ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്. അവർക്കൊന്നും ഒരു വ്യക്തമായ റുട്ടീൻ ഇല്ല. നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ബാലൻസ്. നമ്മുടെ മൈൻഡിന്റെയും ബ്രെയിനിന്റെയും ഹാർട്ടിന്റെയും സിംബോളിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇത് 3-ന്റെയും ഒരു ബാലൻസ് ആണ്. അതായത് നമ്മുടെ ഹാർട്ടിന് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, മൈൻഡിന് പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ലോഡ് കൊടുക്കാൻ പറ്റണം, ബ്രെയിനിന് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യാൻ കഴിയണം. സോ ഇതിൻ്റെ 3-ന്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. സോ ഈ ബാലൻസ് ഉണ്ടാകാൻ അവരുടെ ദൈനംദിന ജീവിതങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം, ഹൗ ക്യാൻ വി മാനേജ് ഈ ബാലൻസ്, ഹൗ ക്യാൻ വി ബ്രിങ് അബൌട്ട്. നമുക്കറിയാം ഇന്നത്തെ പാരൻസ് ഒക്കെ ബിസിയാണ്, ഫ്ലാറ്റ്സിൽ ജീവിക്കുന്നവരാണ്, സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, മുത്തശ്ശന്മാരൊക്കെ മിസ്സിംഗ് ആണ്, ഇതെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൽ ഹൗ എഫക്റ്റീവ്ലി ക്യാൻ വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ബ്രെയിൻ, മൈൻഡ് ആൻഡ് ഹാർട്ട്, അതിൻ്റെ ബാലൻസ് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതുവഴി മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് അവരെ എത്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലതരം അഡിക്ഷൻസ് കുട്ടികൾക്ക്. സ്വഭാവത്തിൽ ഇപ്പൊ ടീനേജ് കഴിയുന്നതോറും ദേഷ്യം വരാം, പഠിക്കാനിരിക്കാൻ ബുദ്ധിമുട്ടുള്ള. അല്ല, മാതാപിതാക്കൾക്ക് അത് കുട്ടികളെ കൊണ്ട് ഒരു കാര്യം തന്നെ പറഞ്ഞ് ചെയ്യിക്കാൻ തന്നെ പറ്റുന്നില്ല. ചലഞ്ച് ഇന്നത്തെ പാരന്റ്സും ടീച്ചേഴ്സും ഒരുപോലെ നേടുന്ന ഒരു ചലഞ്ച് ഒരു കുട്ടിയുടെ അറ്റൻഷൻ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2 മിനിറ്റ് പോലും അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തൊരു പ്രശ്നം, ഈ കുട്ടികളെ പറ്റി എല്ലാ പാരന്റ്സും പറയുന്നത് വീട്ടിൽ വന്നാൽ ഒരു റൂമിലിരിക്കും, ദേ നെവർ കം ടു പബ്ലിക്. അവർക്കൊരു കോമൺ സ്പേസിലേക്ക് വരാനോ പബ്ലിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒരു താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു സോഷ്യലൈസിങ്. ആസ് എ പാരന്റ്, ആസ് എ സൊസൈറ്റി, സോഷ്യലൈസിങ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്. നമ്മളൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ 5 പേരുടെ കുടുംബം എന്ന് പറയുന്നതിനേക്കാൾ ഓരോ വ്യക്തികൾ താമസിക്കുന്ന ഒരു വീട് എന്നായി മാറി. മുത്തശ്ശി ഒരു റൂം, മുത്തശ്ശനൊരു റൂം, അച്ഛനൊരു റൂം, അമ്മയൊരു റൂം, അവർക്കൊക്കെ പ്രയോറിറ്റിയാണ്. മാഡം തന്നെ മാഡത്തിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, മാഡത്തിന്റെ കുടുംബത്തിന്റെ പ്രയോറിറ്റിക്ക് വേണ്ടി എത്ര സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. മാഡത്തിന്റെ ഹെൽത്ത്, മാഡത്തിന്റെ വെൽബീയിങ് യു ആർ ഇൻവെസ്റ്റിംഗ്, ഹസ്ബൻഡ് ഹീസ് ഇൻവെസ്റ്റിംഗ്, കുട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബട്ട് ആസ് എ ഫാമിലി, ഒരു സോഷ്യൽ യൂണിറ്റ് എന്ന രീതിയിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫാമിലി ആയിട്ട് ഔട്ടിങ് പോവുക, ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ട്, ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ അച്ഛനും മക്കളോട് ഒരുമിച്ച് കാറ് കഴുകും. ഇതൊരു ഭയങ്കര ഇവന്റ് ആണ്. കാർ കഴുകുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് വെള്ളം പിടിച്ചോണ്ട് വരിക, ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഗ്ലാസ് കഴുകുക, ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ടയർ കഴുകുക. അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ വെറുതെ ഡയലോഗ്സും ഡയറക്ഷൻസും കൊടുക്കുകയുള്ളൂ. അതൊരു കൊഹസീവ് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. വേറൊരു ആക്ടിവിറ്റിയാണ് ടാങ്ക് കഴുകുക. എനിക്ക് ഓർമ്മയുള്ളതാണ്. അത്തപ്പൂക്കൾ ഇടുക. നമ്മളിപ്പോൾ അത്തപ്പൂക്കൾ ഇടുന്ന ആക്ടിവിറ്റി അല്ല, പകരം ആമസോണിൽ ഓർഡർ ചെയ്യുന്നു, ഷീറ്റ് വരുന്നു, കുടയുന്നു, ഫോട്ടോ എടുക്കുന്ന ആക്ടിവിറ്റിയാണ്. എല്ലാവരും വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആസ് എ യൂണിറ്റ് ആയിട്ടുള്ള ഫോട്ടോയ്ക്കല്ല ഇമ്പോർട്ടൻസ്. വ്യക്തി എന്റെ കിട്ടിയോ, എന്റെ ഇമേജ് കിട്ടിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടിയോ, ഇതിനാണ് ഇമ്പോർട്ടൻസ്. ആസ് എ ഫാമിലി നമ്മുടെ പിക്ചർ എങ്ങനെ വരുന്ന ആരും ബോധമല്ല. ഞാൻ അതിൻ്റെ അകത്ത് എങ്ങനെ, ഇനി നിങ്ങൾ നോക്കിയാൽ മതി. എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നിങ്ങൾ മാറിക്ക്, ഇനി എൻ്റെ ഒരു ഫോട്ടോ എന്നാ പറയാ.
കുട്ടി പറയും ഇനി ഞങ്ങളുടെ ഒരു ഫോട്ടോ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാൻ ഞങ്ങളുടെ ഒരു ഫോട്ടോ. ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ആ സോഷ്യൽ ആനിമൽ എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വൈകല്യങ്ങൾ ഉണ്ടാവും. ആളുകളോട് ഇടപെടാൻ, സ്റ്റേജിൽ കയറാൻ, കാര്യങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഉള്ള കമാൻഡ്സ് നമുക്ക് നഷ്ടപ്പെടും. സോ ഇത് റീഇൻവെന്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സാർ ഇത് ഇപ്പം എടുക്കുമ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു മാറ്റം ക്ലാസ്സിലൂടെ തീർച്ചയായിട്ടും നമ്മളൊരു 10 ഇയേഴ്സിൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഇവിടെ ഒരു വി ഡോണ്ട് ഹാവ് എ മാജിക് സൊല്യൂഷൻ. പലരും പറയും നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാൽ നന്നാക്കും. ആ പരിപാടിയില്ല. ഇവിടെ വരണമെങ്കിൽ ഈ കുട്ടിയുടെ പാരന്റ്സ് മസ്റ്റ് ഓൾസോ ബി കമ്മിറ്റഡ്. അവരവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കൂടെ വില്ലിങ് ആവണം. അങ്ങനെയാണെങ്കിൽ ആസ് എ പാർട്ട്ണർഷിപ്പ്, ഇതൊരു പാർട്ട്ണർഷിപ്പാണ്, ജോയിന്റ് പാർട്ട്ണർഷിപ്പാണ്. പാരന്റ്, സ്റ്റുഡന്റ്, നമ്മുടെ ടീം. ഈ പാർട്ട്ണർഷിപ്പിൽ വി ആർ ഗെറ്റിംഗ് ഗ്രേറ്റ് റിസൾട്ട്സ്. അതിന് ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയാമോ? ഞാൻ വിശ്വസിക്കുന്ന വിജയത്തിന്റെ ഏറ്റവും വലിയ സൈൻ എന്ന് പറയുന്നത്, ഞാൻ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾ ഒരു +2 കഴിയുമ്പോൾ അടുത്തത് എന്ത് ചൂസ് ചെയ്യണം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുന്നവർക്ക്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. +2 കഴിഞ്ഞ് ഇവർ കൺഫ്യൂസ്ഡ് ആണ്. പാരന്റ്സ് ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഇവനെ എന്ത് പഠിപ്പിക്കണം, ഇതാണ് ഏറ്റവും വലിയ ഡൗട്ട്. അതല്ല വേണ്ടത്. പകരം ഈ കുട്ടിക്ക് പറയാൻ സാധിക്കണം, അച്ഛാ അമ്മ എനിക്ക് ഈ ഫീൽഡിനോട് ഒരു താല്പര്യം തോന്നുന്നു, ഐ ഫീൽ ദാറ്റ് ഐ ക്യാൻ അക്കംപ്ലിഷ് സംതിങ് ഇൻ ഇറ്റ് എന്ന് വരുമ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വന്ന് തീരുമാനമാകുമ്പോൾ അതിന്റെ എഫേർട്ടും അവന്റെ ഡെഡിക്കേഷനും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു പ്രക്രിയയാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ പീപ്പിൾ ആർ ഏബിൾ ടു ഡിസൈഡ് ഫോർ ദെംസെൽവ്സ്. ആ കുട്ടികൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനൊരു പ്രാപ്തി കിട്ടുന്നു, അതിൽ നിലകൊള്ളാനായിട്ട് സാധിക്കുന്നു. ചലഞ്ചസ് ഫേസ് ചെയ്യാൻ റെഡിയാവും. അതെ അത് സ്വയം തീരുമാനം എടുക്കുന്ന കാര്യമാകുമ്പോൾ അതിന് പോകാൻ അവനൊരു ഇൻട്രസ്റ്റും കൂടെ കാണും. അത് പണ്ട് ഞാൻ തമാശയ്ക്ക് പറയും, ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ്. ഫീൽഡിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബോള് ഫീൽഡറിനെ പാസ് ചെയ്ത് പോകുമ്പോൾ പണ്ടത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരാളെ പാസ് ചെയ്ത് ബോൾ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കൈ കാണിക്കും, എന്റെ പരിപാടി കഴിഞ്ഞു, നിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടെന്ന് അറിയില്ല, ടീമിൽ 2 പേര് ഒരുമിച്ചാണ് ബോളിന് വേണ്ടി ഓടുക. ഒരാൾ സ്ലൈഡ് ചെയ്ത് ബോൾ എടുത്തിട്ട് മറ്റാൾക്ക് ഇട്ട് കൊടുക്കും, ആളെടുത്തിട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കും. സോ ആസ് എ ടീം വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടുകയാണ്. സോ കുട്ടികളിലും സെയിം ഈ മാറ്റമാണ് വേണ്ടത്. അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ഈ വിജയങ്ങൾ മുഴുവൻ, ഈ പ്രോഗ്രസ് മുഴുവൻ നമ്മളൊരു സമൂഹമായിട്ടാണ് നേടിയിട്ടുള്ളത്, ഒരു വ്യക്തിയായിട്ടല്ല. ആ സാമൂഹിക ജീവി എന്ന ആംഗിളിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നാൽ തന്നെ തീർച്ചയായിട്ടും ഹിസ് പൊട്ടൻഷ്യൽ വിൽ ഇംപ്രൂവ്, ട്രെമൻഡസ്ലി ഇംപ്രൂവ്. അവൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അവൻ്റെ അറ്റൻഷൻ, അവൻ്റെ സെൽഫ് കൺട്രോൾ, ഇതെല്ലാം ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട്. ബ്രെയിൻ മാപ്പിംഗ് എന്നൊന്നും കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടർ ഹെറോൾഡ് കുമിൻസിൻ്റെതാണ് ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മുടെ US-ലും സ്വീഡനിലും ജപ്പാനിലൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഒളിമ്പിക്സിൽ താരങ്ങളുടെ കൈനസ്തെറ്റിക് എബിലിറ്റി ചെക്ക് ചെയ്യാനും കൂടെ നമ്മളുടെ ഈ ബ്രെയിൻ മാപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ലോകവ്യാപകമായിട്ട് അംഗീകാരമുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇനിയും ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളുടെ വീഡിയോയിലുണ്ട്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റട്ടെ. ഇത് ഉപയോഗിച്ച് അവരുടെ ജീവിതം കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ പോട്ടെ. അപ്പോൾ ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.